വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകും മുടിയനെ കുറിച്ച് ബാലു ഈ ഇടയ്ക്ക് പറഞ്ഞ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷയത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. നമുക്കറിയാം ഉപ്പുമുളകും ടീമൊക്കെ ഇപ്പോൾ മുടിയനെ കുറിച്ച് പുറത്ത് കറക്റ്റായിട്ട് സംസാരിക്കുന്നുണ്ട്, മുടിയനെ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെ അവർ ഓരോരോ ഇൻ്റർവ്യൂവിലും പറഞ്ഞു വരുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ബിജു സോപാനം ചേട്ടൻ, അതായത് ഉപ്പുമുളകിലെ ബാലു പുതിയൊരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലാണ് മുടിയനെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞത്. എല്ലാ അവതാരക ചോദിക്കുകയുണ്ടായി, ഉപ്പുമുളകിൽ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ഫാമിലി പോലെയാണ്, അപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു ക്യാരക്ടർ മാത്രം പോകുമ്പോൾ അതിന് വിഷമം ഉണ്ടാവുമോ, അതെങ്ങനെയാണ് അതിനെ കാണുന്നത് എന്ന രീതിക്കൊക്കെ ബാലുവിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് സ്പെസിഫിക് ആയിട്ട് മുടിയൻ പോയതിനെക്കുറിച്ചും പ്രശ്നങ്ങളിലായിരിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം, മുടിയൻ പോയതിനെക്കുറിച്ച് അതിൽ നിങ്ങൾക്ക് വിഷമമുണ്ടോ എന്ന രീതിക്കായിരുന്നു ബാലുവിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബാലു വളരെ വ്യക്തമായിട്ട് അതിനൊരു അടിപൊളി മറുപടിയാണ് കൊടുത്തത്. മാത്രമല്ല ആ ഒരു മറുപടിയിൽ വേറൊരു അർത്ഥവും കൂടി ഉണ്ടായിരുന്നു. ആദ്യം ഒരു മറുപടിയിലിട്ടോ ബാലു പറഞ്ഞത് ഇങ്ങനെയാണ്, അത് രണ്ട് തരത്തിലാണ് താൻ കാണുന്നത് എന്നിരിക്കും. അതായത് തീർച്ചയായിട്ടും മിസ് ചെയ്യുന്നുണ്ട്, അത് രണ്ട് തരത്തിലാണ് കാണുന്നത്. ഒന്ന് സ്നേഹം, അത് നമുക്കിപ്പോൾ മാറ്റി വെച്ചേക്കാം എന്ന രീതിക്ക് ബാലു വ്യക്തമായി പറയുന്നുണ്ട്. മറ്റൊന്ന് മുടിയൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഒരുപാട് കണ്ടൻറ്റ് ഈ ഷോന് കിട്ടും, മുടിയനെ ബേസ് ചെയ്തിട്ടുള്ള കണ്ടൻറ്റുകളൊക്കെ ഒരുപാട് കിട്ടും, അതൊക്കെ ഇപ്പം ഇല്ലാതിരിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ സങ്കടമാകുന്നത് എന്ന രീതിക്ക് ബാലു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാലു ഇതിന് മുമ്പും ഇതേ ആൻസർ ഒരു ഇൻ്റർവ്യൂവിലും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് വ്യക്തമാക്കിയിരിക്കുകയാണ്. മുടിയൻ്റെ തിരിച്ചു വേണ്ടി ബാലുവും എല്ലാവരും കാത്തിരിക്കുന്നതെന്ന് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം. അതായത് മുടിയൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ മുടിയൻ്റെ ബേസ് ചെയ്തിട്ടുള്ള കണ്ടൻറ്റുകളൊക്കെ വീണ്ടും ഉപ്പുമുളകിൽ ഓണാവും. ദിയ എന്നൊരു ക്യാരക്ടറിന് ഇമ്പോർട്ടൻസ് വരും, രാംകുമാറും ഹൈമോദി ഇവർക്ക് എല്ലാവർക്കും ഇമ്പോർട്ടൻസ് വരും. അപ്പോൾ ഒരുപാട് കണ്ടൻറ്റ് ഉപ്പുമുളകിൽ മുടിയനെ ബേസ് ചെയ്തിട്ടുള്ള കണ്ടൻറ്റുകൾ ഒരുപാട് വരും. അത് ഉപ്പുമുളകിന് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുമെന്നുള്ളതാണ് ബാലു അവിടെ ഉദ്ദേശിച്ചത്. മാത്രമല്ല ബാലു ഫസ്റ്റിനെ പറയുന്നുണ്ട് മിസ് ചെയ്യുന്നുണ്ട്, അതിന് ഒരു റീസൺ ഇതും ഒരു റീസൺ സ്നേഹം തന്നെയാണ് മുടിയനെ അത്രത്തോളം മിസ് ചെയ്യുന്നുണ്ട് എന്ന രീതിക്ക് ബാലു ആ ഇൻ്റർവ്യൂവിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ബാലു ഇതിൽ പറഞ്ഞതിൽ വെച്ചിട്ട് മെയിനായിട്ട് നമുക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ തൽക്കാലം മുടിയനായിട്ട് മാറി നിൽക്കുകയാണ് എന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം ബാലു മുടിയൻ തിരിച്ചു വരാൻ വേണ്ടി തന്നെയാണ് സംസാരിക്കുന്നത്. മുടിയൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ കണ്ടൻറ്റ് കിട്ടുമെന്ന രീതിക്കാണ് പറയുന്നത്, അല്ലാതെ മുടിയനെ തിരിച്ച് വിളിച്ചു കഴിഞ്ഞാൽ കണ്ടൻറ്റ് കിട്ടുമെന്ന രീതിക്കല്ല ബാലു പറയുന്നത്. അതുകൊണ്ട് തിരിച്ച് വിളിക്കാത്ത പ്രോബ്ലം അല്ല എന്നാണ് നമുക്കിപ്പോൾ തോന്നുന്നത്. അതായത് ഫ്ലവേഴ്സ് തിരിച്ച് വിളിച്ചു കഴിഞ്ഞിട്ടും മുടിയനായിട്ട് വരാതിരിക്കുകയാണ് എന്നാണ് ബാലുവിൻ്റെ മറുപടിയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷെ നമുക്ക് അറിഞ്ഞിടത്തോളം, അതായത് നമുക്ക് എല്ലാവർക്കും പ്രേക്ഷകർക്ക് അറിഞ്ഞിടത്തോളം മുടിയൻ അന്ന് ഇൻ്റർവ്യൂവിൽ പറഞ്ഞ മെയിൻ റീസൺ ഡയറക്ടർ മാറണമെന്ന് തന്നെയാണ്. ആ ഒരു റിക്വസ്റ്റ് ഫ്ലവേഴ്സ് ചാനൽ അക്സെപ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഡയറക്ടറെ മാറ്റി ഇപ്പോൾ രാജേഷ് ഏട്ടനാണ് ഡയറക്ടറായി വന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും മുടിയൻ വരാതിരിക്കുന്നതിന് എന്താ കാരണം എന്നുള്ളത് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. ഏതായാലും ബാലു പറഞ്ഞതിൽ മുടിയനില്ലാത്തതിൽ ഭയങ്കര കണ്ടൻറ്റ് ക്ഷാമം, മുടിയൻ്റെ ബേസ് ചെയ്തിട്ടുള്ള കണ്ടൻറ്റുകളൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ മുളകിൽ മുടിയൻ എന്നൊരു ക്യാരക്ടറുടെ പേര് പോലും ഇവർ പറയുന്നില്ല. ദിയയ്ക്കും അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, വെറുതെ വീട്ടിലൊരാളായിട്ട് കാണിക്കുന്നുണ്ടെങ്കിലും ഓഡിയൻസിന് ഒരു ഇമോഷണൽ കണക്റ്റ് ഒന്നും ദിയ എന്നൊരു ക്യാരക്ടറിനോടത്തില്ല, കാരണം മുടിയനില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇതെല്ലാം തിരിച്ചു വരണമെങ്കിൽ ബാലു പറഞ്ഞതുപോലെ മുടിയൻ തിരിച്ചു വന്നു കഴിഞ്ഞാലേ മുടിയൻ്റെ ബേസ് ചെയ്തിട്ടുള്ള കണ്ടൻറ്റുകളെല്ലാം ഓണാവുകയുള്ളൂ. ഏതായാലും ഇപ്പോൾ മുളകിൽ ഇപ്പോൾ കുറേ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ആ ഒരു മാറ്റങ്ങളിലൊപ്പം മുടിയൻ്റെ തിരിച്ചുവരവിനെക്കുറിച്ചും ഫ്ലവേഴ്സ് ചാനലും മുടിയനും എല്ലാവരും ആലോചിച്ച് നല്ലൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കുമെന്നാണ് നമ്മളുടെ അഭിപ്രായം. ഈ ഒരു അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഉപ്പുമുളകും അപ്ഡേറ്റ് അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.